ഒരൊറ്റ ബുദ്ധിയോടുകൂടി, ഒറ്റബുദ്ധിയല്ല, ഒരൊറ്റ ബുദ്ധിയോടുകൂടി നിശ്ചിത ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന RSS പോലെ ഒരു സംഘടന ഇവിടെയല്ലാതെ, ഈ ഭാരതഭൂമിയിലല്ലാതെ, ഈ ഭൂഗോളത്തിൽ മറ്റെവിടെയെങ്കിലും ഉണ്ടാവുമെന്നുള്ള കാര്യം പോകാൻ തോന്നുന്നില്ല. സാധ്യതയില്ല. അങ്ങനെയാണ് പോകാൻ വിചാരം. ഇന്ത്യയുടെ രണ്ടാം സൈന്യമാണ് RSS. ശമ്പളമോ ആനുകൂല്യങ്ങളോ ഒന്നുമില്ലാതെ, സംഭാവനകൾ യാചിക്കാതെ ഈ രാജ്യത്തിനായി പ്രവർത്തിക്കുന്ന നിങ്ങളോട് പോങ്ങനെ എന്നും ആദരവ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, ഇനിയൊട്ട് ഉണ്ടാവുകയില്ല. എനിക്കൊരിക്കലും ഒരു RSSകാരനാവാൻ സാധിക്കില്ല. കാരണം അതിനുള്ള നന്മയോ സദ്ബുദ്ധിയോ സൽസ്വഭാവമോ സാംസ്കാരിക ഭാവമോ സഹനസിദ്ധിയോ ഒന്നും എനിക്കില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് വളരെ നല്ലോണം അറിയാം. ഈ നാട്ടിലെ രാജ്യവിരുദ്ധരും സാമൂഹ്യദ്രോഹികളും തീവ്രമത മൌലികവാദികളും അരാജക ബുദ്ധരും ഒറ്റുകാരും ചതിയരും അഴിമതിക്കാരും ദുർമാർഗികളും ഒക്കെ ഒറ്റക്കെട്ടായി എതിർക്കുന്നതും വളരെ ശത്രുബുദ്ധിയോടുകൂടി സമീപിക്കുന്നതും RSSനെയാണ്. ആണ്. സ്വാഭാവികമായും എന്റെ സാമാന്യ ബോധം എന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട്. RSS ആണ് ശരി, RSS ആണ് സത്യം, RSSനെയാണ് നമ്പേണ്ടത്.